നമസ്കാരം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വിമാനത്തിൽ 159 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. 53 ബ്രിട്ടീഷുകാരും 9 പോർച്ചുഗീസ് പൗരന്മാരും വിമാനത്തിൽ യാത്രക്കാരായിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിമാനത്തിൽ യാത്രക്കാരായി നേരത്തെ 11 കുട്ടികളുണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 8 കുട്ടികൾ മാത്രമാണ് എന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന സ്ഥിരീകരണം. ഈ പട്ടികയിൽ ഒരു പേര് മലയാളിയോട് വളരെ സാദൃശ്യമുള്ളത് കൊണ്ട് തന്നെ അത് മലയാളി തന്നെയാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ലഭ്യമായിട്ടില്ല. ഏതായാലും വൻതോതിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നിന്ന് പരമാവധി യാത്രക്കാരെ ഇതിനോടകം തന്നെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത്. ഗുജറാത്ത് ഭരണകൂടവും അതുപോലെ കേന്ദ്ര സർക്കാരും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള മികച്ചൊരു രക്ഷാപ്രവർത്തനം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 110 പേർ മരിച്ചു എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. ആദ്യം ഇത് 30 പേർ മരിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. പിന്നീട് മരണസംഖ്യ 110 ഉയർന്നിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ വലിയൊരു വിമാന ദുരന്തങ്ങളിലൊന്നായി ഈ അഹമ്മദാബാദ് വിമാന അപകടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബോയിങ് 787 ഇനത്തിൽപ്പെട്ടതാണ് ഈ അപകടത്തിൽപ്പെട്ട വിമാനം. ബോയിങ് 787 ഇനത്തിൽപ്പെട്ട ഒരു വിമാനം ആദ്യമായിട്ടാണ് അപകടത്തിൽ പെടുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്നാൽ ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും മികച്ച വിമാനങ്ങളിലൊന്നായിരുന്നു ഇത്. ലണ്ടനും അമേരിക്കയൊക്കെ പോലുള്ള പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുമായിരുന്ന ഇത്തരം വിമാനങ്ങൾ നിരവധിയായി എയർ ഇന്ത്യയ്ക്കുണ്ട്. അതിൽപ്പെട്ട ഒരു വിമാനമാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ വിമാനത്തിൻ്റെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഒരുപക്ഷേ വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കുന്നതിന് വേണ്ടിയാണോ ഈ സന്ദേശം അയച്ചത് എന്നും ഇനിയും വ്യക്തമല്ല. ഏതായാലും ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ വിമാനാപകടത്തിൻ്റെ കൃത്യമായ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ വളരെ കൃത്യതയോടുകൂടി തന്നെ നടക്കുകയാണ്. അഹമ്മദാബാദ് വിമാനത്താവളം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ തന്നെ ഇപ്പോൾ ആംബുലൻസുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രമാണ് തുറന്നു കൊടുക്കുന്നത്. മറ്റ് സ്വകാര്യ വാഹനങ്ങളോ സർക്കാർ വാഹനങ്ങളോ ഒന്നും തന്നെ ഇതുവഴി ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. ഏതായാലും ആശുപത്രികളെല്ലാം തന്നെ പൂർണ്ണ സജ്ജമായ രീതിയിൽ തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും ഒരു കുറവും വരുത്താതെ തന്നെയാണ് ഗുജറാത്ത് സർക്കാർ ഈ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്.